നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം ലൈവ് വോയിസ് ചെയ്തതാട്ടോ, പിന്നീട് അതിനെ വോയിസ് ഓവറാക്കി. കാരണം കുറച്ച് പോർഷൻസ് മാത്രമേ ലൈവ് വോയിസ് ഉള്ളൂ, പിന്നെ അത് മെനക്കേടാട്ടോ എഡിറ്റ് ചെയ്തിടാനൊക്കെ. അതുകൊണ്ട് പിന്നെ ഫുൾ അങ്ങ് മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് വേദയ്ക്ക് സ്കൂളിൽ കോമൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ് നടക്കുന്നത്. സാധാരണ ഞാനാണ് പുട്ടിയടിയൊക്കെ നടത്താറ്. ഇന്നിപ്പോൾ അവളുടെ ദേഹത്ത് തൊട്ട് പോരും ഞാൻ പുട്ടിയടിച്ചാൽ വൈറ്റ് വാഷ് പോലെ ഇരിക്കും, അതുകൊണ്ട് അവൾ തന്നെ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, പക്ഷേ ഐസൊക്കെ ഞാനൊന്ന് ബ്രൈറ്റ് ചെയ്ത് തരാം, കാരണം കുറച്ച് ബ്രൈറ്റായിട്ടൊക്കെ എല്ലാം ഐസ് എഴുതിയാൽ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ, ഡാൻസ് അല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അവൾ ചെയ്യാൻ ഞാൻ വിട്ടില്ല. എനിക്ക് കിച്ചണിൽ കുറച്ച് പരിപാടിയുണ്ട്, അപ്പം ഇന്ന് ലഞ്ചൊന്നും കൊണ്ടുപോകുന്നില്ല. വേദ സ്കൂളിൽ നിന്ന് പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിക്കാം, ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വേദയുടെ പ്രോഗ്രാം 12 മണിയൊക്കെ ആകുമ്പോൾ കഴിയും, അപ്പോൾ വിളിച്ചിട്ട് വേണമെങ്കിൽ വരാം. പക്ഷേ ഇന്ന് കുറേ ഡിമാൻഡൊക്കെ ഉണ്ട്, 12 മണിക്ക് തന്നെ ഡാൻസ് കഴിഞ്ഞവരുടനെ വിളിക്കരുത്, ഞാൻ ഫുൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടണ്ടേ, അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. പുട്ടും കടലക്കറി ഉണ്ടാക്കിയ ശേഷം വേദ ഞാൻ ബാക്കി റെഡിയാക്കുകയാണ്, ഐസൊക്കെ എഴുതി. പിന്നെ ഹെയർ ചെയ്യണം, പിന്നെ ഷോള് ഒരു ടൈപ്പിൽ ഇടാനായിട്ട് തന്നിട്ടുണ്ട്, അതുപോലെയൊക്കെ ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്ന് 7:30 സാധാരണ സ്കൂൾ ടൈമിംഗ് ആണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പാട് കേട്ടോ. ഇങ്ങനെ ഒരുക്കി വിടുന്ന ദിവസം ഒരു 10 മണിക്കൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ വലിയൊരു സൗകര്യമാണ്. കാരണം ഇത്രയും രാവിലെ നമുക്ക് എഴുന്നേറ്റ് ഇതുപോലെ റെഡിയാക്കി വിടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, വീട്ടിലെ കാര്യം എല്ലാം കൂടി നോക്കിയിട്ട്. പക്ഷെ അവർ കറക്റ്റ് സ്കൂൾ ടൈമിങ്ങിൽ തന്നെ എത്തണമെന്ന് പറയുമ്പോൾ കുറച്ച് പാടാട്ടോ. അങ്ങനെ പറഞ്ഞാലും വളരെ വൈകി എത്തുന്ന കുട്ടികളുണ്ട്, കാരണം ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. കാരണം പ്രോഗ്രാം 10 o'clock സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയും രാവിലെ എന്തിനാണ് ഡാൻസിനുള്ള കുട്ടികൾ വരാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ റെഡിയാക്കി വിടും. പിന്നെ അത് അറിയാവുന്ന അങ്ങനെ വരത്തുള്ളൂ, കുഴപ്പമില്ല എന്ന് കരുതുന്ന പാരൻസ് 10 മണിക്ക് കൊണ്ടുവിടുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അവർ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നു, കാരണം നാളെ ഒരു പ്രശ്നം ആവരുത്. അയ്യോ വേദ ലേറ്റ് ആയതുകൊണ്ടാണ് പ്രോഗ്രാം നന്നാവാത്തത്, ശരിയായില്ല, ലേറ്റായി, നടന്നില്ല, അങ്ങനെയൊന്നൊരു ഇത് വരണ്ടാന്ന് കരുതിയിട്ട് സ്കൂൾ പറയുന്ന ടൈമിൽ നമ്മൾ വിടും കേട്ടോ. അപ്പോൾ ഇതാണ് വേദയുടെ ഔട്ട്ഫിറ്റും മേക്കപ്പും ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയാം കേട്ടോ. എനിക്ക് തോന്നുന്നു സത്യമായിട്ടും വേദ ഇന്ന് മേക്കപ്പ് ചെയ്തപ്പോണ്ടല്ലോ കുറച്ച് കാണാൻ ഞാൻ ചെയ്യുന്നതിനെക്കാട്ടി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഐസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കാമായിരുന്നു. ഐ ഷാഡോസ് എല്ലാം കൊണ്ടുവന്ന് നെട്ടയത്ത് വീട്ടിൽ വെച്ചിരിക്കുക, ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ധൃതി പിടിച്ച് ഓടുന്നത് കൊണ്ട് യൂ ലേറ്റായെന്നും പറഞ്ഞുകൊണ്ട് ഓടുന്നത് കണ്ടു. എന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് എന്നെ മിസ്സിൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചു, ചിലങ്ക കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ചിലങ്ക കൊണ്ടുപോയിട്ടില്ല, കൊണ്ട് തരണേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞാനാണെങ്കിൽ ഇന്ന് നല്ല ജോലി ഉണ്ടായിരുന്നു, കാരണം നമ്മുടെ വീട്ടിൽ സഹായത്തിന് ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി വരുന്നുണ്ട്, ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലേ, വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആദ്യമായിട്ടാണ് ആ കുട്ടി ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും ആദ്യമായിട്ടല്ലേ വരുന്നത്, അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിക്കണം. അങ്ങനെ കൂടെ നിന്ന് ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ അതിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ വേദയുടെ കാര്യത്തിന് പോകാനും പറ്റത്തില്ലല്ലോ. എനിക്ക് വേദയുടെ ഡാൻസ് കാണാൻ പറ്റിയില്ല കേട്ടോ, മിസ്സായിപ്പോയി. ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും വേദയുടെ ഡാൻസ് കഴിഞ്ഞു എന്ന് വേദയുടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു. പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ എന്നോട് സ്കൂൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 1 മണിയായപ്പോൾ വിളിക്കാൻ പോയി. പക്ഷേ 2:10 വരെ സ്കൂളുണ്ടായിരുന്നു, ഞാൻ അതുവരെ നിർത്തിയില്ല. എന്നിട്ടും മകൾ പറഞ്ഞു, അമ്മ ഞാൻ 2:10 വരാം അമ്മ, പ്ലീസ് അമ്മ എന്നൊക്കെ പറയാൻ പറഞ്ഞില്ല. ഇനി എനിക്ക് വിളിക്കാൻ വരാൻ വയ്യാന്ന് പറഞ്ഞിട്ട് 1 o'clock ആയപ്പോൾ ഞാൻ പോയി വിളിച്ചിട്ട് വന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും ആ കുട്ടി ഓൾമോസ്റ്റ് അടിച്ച് വാരിയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കുട്ടിയോട് ഭയങ്കര ബഹുമാനം തോന്നി കേട്ടോ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഏജൊക്കെയാണ്, പക്ഷേ സ്വന്തമായിട്ട് കാശ് വേണം എന്നുള്ള രീതിയിൽ നമ്മളവിടെ ഇങ്ങനെ ജോലിക്കായിട്ടൊക്കെ വന്നതാട്ടോ. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആ കുട്ടിയുടെ ഫേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, എപ്പോഴെങ്കിലും ആ കുട്ടി കാണിക്കാൻ പറയുകയാണെങ്കിൽ കാണിക്കാം, കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് വീട്ടിൽ വന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു തന്നു. പക്ഷെ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി. എൻ്റെ ഏജുള്ളൊരു കുട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ വന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ വേണം, കാരണം ഞാൻ പറഞ്ഞില്ലേ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കരുത്, നമ്മളായിട്ട് തന്നെ ജീവിക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബ്രൗണി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാൻ ഇന്നലെ വന്ന സാധനമാണ്, ഇതുവരെ നമ്മളത് ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു, ഞാനൊന്ന് മൈക്രോവേവ് ചെയ്തു, എന്നിട്ടൊന്ന് കഴിച്ചു നോക്കുകയാണ്. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ യമ്മി ടമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഈ ഒരു ബ്രൗണി വന്നിട്ടുള്ളത്. ന്യൂട്ടല്ല കിൻഡർ ബ്രൗണി ആട്ടോ, നിറയെ ന്യൂട്ടല്ലയും ആ കിൻഡറിൻ്റെയും കിൻഡർ ചോക്ലേറ്റ് കിൻഡർ ജോയിയുടെയും പിന്നെ ഭയങ്കര
ഭയങ്കര ചോക്ലേറ്റ് റിച്ച് ആയിട്ടുള്ളൊരു ബ്രൗണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൗണി, വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. 2 പാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ചീമയ്ക്ക് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഞാനും. ആക്ച്വലി ഇന്നലെ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചീമയ്ക്കുള്ളത് എടുത്തു കേട്ടോ, ഒരെണ്ണം പൊട്ടിക്കാതെ വെച്ചിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. എന്നിട്ട് ഞാനും വേദയും കൂടി ഇത് പൊട്ടിച്ച് കഴിക്കുകയാണ്. അത്ര ഇരുന്ന് ഞാനും വേദയും കൂടി ഒറ്റ ഇരിപ്പിന് കഴിച്ചു കേട്ടോ. കഴിച്ച് മത്ത് പിടിച്ചു പോയി. ആ ഒരു ടേസ്റ്റ് കൊണ്ടേ അങ്ങ് കഴിച്ചപ്പോൾ അറിഞ്ഞില്ല. കഴിച്ച് കഴിഞ്ഞപ്പോൾ അല്ലാതെ കേട്ടോ, കാരണം ആ മധുരം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ. അപ്പോൾ അത്രയിലുള്ള മധുരവും ആ ചോക്ലേറ്റിൻ്റെ ഇതും. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ ഉള്ളതാണ്, ഒരുപാട് ചോക്ലേറ്റൊക്കെ കഴിക്കുമ്പോൾ പണി കിട്ടും. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതും എല്ലാം കൂടി ഒരു വല്ലായി കേട്ടോ. പക്ഷെ സാധനം സൂപ്പറാണ്. വയറിറങ്ങി കഴിക്കുക. കഴിച്ചില്ലെങ്കിൽ അത് ഏത് സാധനമായാലും പണി കിട്ടണം. വേറെ പണിയൊന്നും കിട്ടിയില്ല. അത് ഓവറായിപ്പോയി, കഴിച്ച് ഓവറായിപ്പോയതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഞാനും വേദം കൂടെ ഫുൾ കഴിച്ചു. എന്നിട്ട് കൊണ്ടുവന്ന് ചീമയ്ക്കും ഒരു ബോക്സ് കൊടുത്തായിരുന്നേ. യമ്മി ടമ്മി എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്, കോട്ടയത്താണ് ഇവരുടേത്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. കേക്ക്സും ബ്രൗണീസ് മാത്രമല്ല, കേക്ക്സും കുക്കീസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്ത്. ഒരു 3 ദിവസം ആയിട്ടുണ്ട് ഈ സാധനം എനിക്ക് വന്ന്. ഇപ്പോൾ ഇന്നലെ വന്നു, ഇന്നാണ് പൊട്ടിക്കുന്നത്. അതൊന്നും ചെയ്തിട്ടില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഒന്ന് മൈക്രോവേവ് കൂടെ ചെയ്തപ്പോൾ ഭയങ്കര സൂപ്പർ ഫ്രഷ് ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും യമ്മി ടമ്മിയിൽ ഓർഡർ ചെയ്യാവേ, അവരെത്തിച്ച് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ വേദ ട്യൂഷന് വിട്ടിട്ട് ഞാൻ ചീമേരെ അവിടെ പോയി കുഞ്ഞി ഒന്ന് കണ്ടു. സച്ചിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ ചീമ. എന്നിട്ട് ഞാൻ നമ്മുടെ റോബിച്ചേട്ടൻ്റെ കടയിൽ വന്നൊരു ഫ്രൂട്ടി വാങ്ങിച്ച് കുടിക്കുക കേട്ടോ, നമ്മുടെ ബ്രൗണി കുടിച്ചതിൻ്റെ ആ ഒരു മന്ദത മാറാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൻറ്റി പറഞ്ഞ് ചായയൊക്കെ ഇടാം. ഞാൻ പറഞ്ഞു ആൻറ്റി ചായയൊന്നും വേണ്ട, എനിക്ക് വയറെല്ലാം കൂടി നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് ഫ്രൂട്ടി കുടിക്കാനൊരു കൊതിയായിട്ട് ഒരു കുഞ്ഞു ഫ്രൂട്ടി വാങ്ങി കുടിച്ചേ മാമ. അത് കഴിഞ്ഞ് വേദ ട്യൂഷനും വിളിച്ചിട്ട് വന്നിട്ട് ചീമയുടെ അവിടെ വീണ്ടും പോവുകയാണ്. ചീമ കുഞ്ഞിയെ കാണണമെന്ന് പറഞ്ഞ് വേദ ബഹളം. മാത്രമല്ല ബ്രൗണി കൊണ്ട് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ബ്രൗണിയും കൂടി കൊണ്ട് കൊടുത്തേക്കാമെന്ന് കരുതി. എനിക്ക് പറഞ്ഞ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞില്ല, കുട്ടി അവിടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓരോന്നും പിറകെ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. കാരണം ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ അത് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. വീട്ടിലും അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ട്, അതുകൊണ്ട് കുഞ്ഞ് വീഡിയോ ആണ്. അങ്ങനെ ഇതേ നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് വന്നു. കുഞ്ഞിതേ അങ്ങനെ വലിയ വിഷമത്തിലിരിക്കുകയാണ്. കാരണം ആൾക്ക് വാക്സിനേഷൻ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ നമ്മൾ ചെന്നപ്പോൾ. ഞാൻ അതിന് മുന്നേ ചെന്നപ്പോൾ നല്ലതായിട്ട് സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചെന്നപ്പോൾ സന്തോഷമൊന്നുമില്ല, അങ്ങനെ വിഷമത്തിലിരിക്കുന്നു. എന്താണെന്നറിയത്തില്ല, ഉറക്കക്ഷീണമാണോ അതോ കാല് വേദനയുണ്ടോ എന്താണെന്ന് അറിയില്ല. 2 കാലിലും കുത്തി വെച്ചു. ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടു. വേദനയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ക്കലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ പറയുണ്ടായി, അമ്മ ഞാൻ കുഞ്ഞെ എടുക്കാൻ പഠിച്ചമ്മ. ഞാൻ പറഞ്ഞു കുഞ്ഞെ എടുക്കാൻ പഠിച്ചപ്പോൾ കുഞ്ഞെ കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചു. മാത്രമല്ല വേദ ഇപ്പോൾ 8th പഠിക്കാനൊക്കെ ശരിക്കുണ്ട്. കൊച്ചിനോടൊന്ന് കളിക്കാൻ പോലും വേദയ്ക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, പഠിക്കേണ്ട സമയത്ത് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. കുഞ്ഞി വളർന്നാൽ അവളോട് ഇനി ഇങ്ങനെ കളിക്കാനും പറ്റത്തില്ല. എന്തായാലേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കിട്ടുന്ന സമയം വേദ ഓടി വരുന്നുണ്ട്. ഞാൻ അധിക സമയം ഇവിടെ നിൽക്കത്തില്ല കേട്ടോ, കാരണം വേദയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പഠിക്കാനൊക്കെ ശരിക്കും ഉണ്ട്. ഒരു അരമണിക്കൂർ ഇവിടെ നിന്നു. അവളുമായിട്ട് കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് പോയി. ചീമ കൊണ്ടുവന്ന പാടെ ബ്രൗണി തീറ്റി തുടങ്ങി. വേദയ്ക്ക് ഇഷ്ടമായി, ചീമയ്ക്ക് ഇഷ്ടമായി. അതിൻ്റെ പകുതി ഞാനും വേദയും കൂടി ഇന്നലെ കഴിച്ചതാട്ടോ. ബാക്കി പകുതിയാണ് ചീമയ്ക്ക് കൊണ്ടു കൊടുത്തത് ഇന്നലെ. കാരണം ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാണ്ട് വെച്ചിരുന്നു. അപ്പോൾ വന്ന പാടെ ഇത് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിച്ചു. എന്നിട്ട് അതിനങ്ങനെ മൂടി വെച്ചിട്ടാണ് ഇന്ന് ഒരു ബോക്സിൽ ഞാൻ അൺബോക്സ് ചെയ്ത് വീഡിയോ ഇട്ടത് കേട്ടോ. സത്യമായിട്ട് ആ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ബ്രൗണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ എന്താണ് ഇതേ കുഞ്ഞിപ്പെണ്ണങ്ങനെ വിഷമിച്ച് സങ്കടത്തിലിരിക്കുകയാണ്. എന്തൊക്കെയോ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട്. ഇപ്പോൾ 24 മണിക്കൂറും കുഞ്ഞിയുടെ വായിൽ വിരളുണ്ടാവും. കണ്ടോ ഭയങ്കര കരച്ചിൽ. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും. ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കൈ എപ്പോഴും ചുപ്പിക്കൊണ്ടിരിക്കുന്ന കൈ പിടിച്ച് മാറ്റിയാലും അപ്പോൾ തുടങ്ങും കേട്ടോ ആൾ കരച്ചിൽ. അങ്ങനെ കുറച്ച് സമയം അവിടെ എല്ലാം നിന്ന ശേഷം ഏട്ടൻ വന്നു കേട്ടോ വിളിക്കാനായിട്ട്. ഞാനും വേദയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകും വഴി ഞാൻ പറഞ്ഞു എനിക്കൊരു മിൽക്ക് സർബത്ത്, കാസിം സർബത്ത് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഭയങ്കര ഫാനാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി കുറേ നാൾ ഇതായിരിക്കും. ഇത് കഴിയുമ്പോൾ അത് കുടിച്ച് നമ്മളൊരു സാധനം കഴിച്ച് മടുക്കില്ലേ, അത് കഴിയുമ്പോൾ അതങ്ങ് നിർത്തും കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഒരു ഫാനാണ്. ഇത് വാങ്ങിച്ച് കുടിച്ചു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ചീമയുടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു പഴുത്ത മാങ്ങ വന്ന് ജസ്റ്റ് മിസ് കേട്ടോ. ഏട്ടൻ്റെ തലയിൽ വീഴാനുള്ളത് ജസ്റ്റ് ഫ്രണ്ടിൽ വന്നിട്ട് ടപ്പേനെ വീണു, അല്ലെങ്കിൽ തലയിൽ വീണാണ് കേട്ടോ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എനിക്കൊരു കർക്കിടക ചികിത്സ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അത് ലേഖയിൽ പോകണോ പാലാഴിയിൽ പോകണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ ലേഖയിലായിരിക്കും പോകുന്നത്.
പാലാഴിയിൽ ഇപ്പം നമ്മൾ 1-2 ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലേ, അപ്പോൾ പിന്നെ ലേക്കയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരെയും വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. കാരണം ഒരിടം ഇല്ല എങ്കിൽ അടുത്തടുത്ത് നമുക്ക് പോവേണ്ടതല്ലേ. അതുകൊണ്ട് നമ്മൾ എവിടെ പോകണമെന്നൊക്കെ പറഞ്ഞ് നാളെ ഏട്ടന് സമയമുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടന് സമയമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ ഇതൊരു കുഞ്ഞ് വിശേഷമായിരുന്നു. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വേദയുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഇത്രയും ദിവസം നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു. എഴുത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പഠിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി പഠിക്കാൻ പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.